ഇവിടെ ശ്രീ ഷാക്കിർ പറഞ്ഞിരുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. അത് രണ്ടും നുണയാണ് എന്നുള്ളത് നമുക്ക് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ അറിയാവുന്ന കാര്യമാണ്. ഇതേപോലെയുള്ള കാര്യങ്ങളെ വെറുതെ വലിയ നുണകൾ ഇങ്ങനെ പ്രചണ്ഡമായിട്ട് അടിച്ചിറക്കുക എന്ന് പറയുന്നതല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്തം. അതുകൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടമുള്ള ചടങ്ങുകളിൽ അവർക്ക് പങ്കെടുക്കാം, അവർക്ക് താല്പര്യമുള്ള ആൾക്കാരെ കാണാം. അവർ നിരോധിക്കപ്പെട്ട സംഘടനകളുടെ നേതാക്കന്മാരെയോ അല്ലെങ്കിൽ ക്രിമിനലുകളായിട്ടുള്ള വ്യക്തികളെയോ ഒന്നും തന്നെ അവർ നേരിട്ട് കണ്ടിട്ടില്ല. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. RSS മേധാവി മോഹൻ ഭാഗവതിനൊപ്പം ഒരു വേദിയിൽ പങ്കെടുത്താൽ വൈസ് ചാൻസലർമാർ കുറ്റവാളികളാകുമോ? അക്കാദമിക സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നവരാണ് ഇന്ന് വൈസ് ചാൻസലർമാർ ആരെ കാണണം, ഏതു വേദിയിൽ പോകണം എന്ന രാഷ്ട്രീയ വിലക്ക് ഏർപ്പെടുത്താൻ ശ്രമിക്കുന്നത്. RSS മേധാവിയുടെ പരിപാടിയിൽ പങ്കെടുത്തുവെന്ന ഒറ്റക്കാരണം കൊണ്ട് VC-മാരെ പ്രതിക്കൂട്ടിൽ നിർത്തി മാപ്പ് പറയണമെന്നാവശ്യപ്പെടുന്നത് മുഖ്യമന്ത്രി മുതൽ പ്രതിപക്ഷ നേതാവ് വരെ. എന്തുകൊണ്ടാണ് ഈ 3 വൈസ് ചാൻസലർമാരും കേരള സമൂഹത്തോട് മാപ്പ് പറയണം എന്നുള്ള ആവശ്യം നിങ്ങൾ ഉന്നയിക്കുന്നത്? അക്കാദമിക സ്വാതന്ത്ര്യത്തെക്കുറിച്ച് എല്ലാവരും വലിയ വായിൽ സംസാരിക്കുന്നതാണ്. എന്താണ് ഈ VC-മാർ ചെയ്ത തെറ്റ്? അല്ല, VC-മാർ ചെയ്ത തെറ്റ് അവരിയ്ക്കുന്ന സ്ഥാനത്തിന് യോജിച്ച നടപടിയല്ല അവർ ചെയ്തിട്ടുള്ളത്. RSS എന്ന് പറയുന്ന ഒരു രാഷ്ട്ര വിഭജനത്തിൽ ജനങ്ങളെ വർഗീയമായി വേർതിരിക്കുന്നതിൽ, സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുക്കുന്നതിൽ മുന്നിൽ നിന്നിട്ടുള്ള ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായും മറ്റ് സംഘടനകൾ, നേരത്തെ VC ആയിരുന്ന അദ്ദേഹം പറഞ്ഞതുപോലെ മുജാഹിദ് സംഘടനകളുടെയോ അല്ലെങ്കിൽ കാന്തപുരം വിഭാഗത്തിൻ്റെ ഏതെങ്കിലും സെമിനാറിൽ പോയതല്ല. ഇവർ പോയി പങ്കെടുത്തിട്ടുള്ളത് രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, പല രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയെ പോലും മാറ്റി നിർത്തി അദ്ദേഹത്തിൻ്റെ ഘാതകരെ മഹത്വവൽക്കരിക്കുന്ന പാഠപുസ്തകങ്ങൾ പോലും കുട്ടികളെ പഠിപ്പിക്കണമെന്ന തരത്തിലേക്ക് RSSന് നിർദ്ദേശം വരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സർവകലാശാലകളുടെ VC-മാർ RSSന്റെ പരിപാടിയിൽ അതിൻ്റെ ഏറ്റവും സുപ്രീം നേതാവിൻ്റെ കൂടെ പങ്കെടുത്തിട്ടുള്ളത്. അത് നിസ്സാര കാര്യമായി കാണാൻ കഴിയുമോ? അതൊരു ഭയങ്കര വെടിയാണ്. നിങ്ങൾക്കാണല്ലോ വെമ്പൽ കൂടുതൽ. അവരെ RSSകാരാക്കി ഈ പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കണമെന്ന്. ഈ താങ്കൾ നേരത്തെ പറഞ്ഞു മുജാഹിദ് സംഘടനകളുടെ യോഗത്തിലോ അല്ലെങ്കിൽ മറ്റ് സംഘടനകളുടെ യോഗത്തിലോ പങ്കെടുക്കുന്നത് പോലെയല്ല RSSന്റെ ഇത്തരമൊരു സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് എന്ന്. എന്താണ് താങ്കൾ ഇതിലെ വ്യത്യാസം കാണുന്നത്? ഈ മുജാഹിദ് സംഘടനകളോ കാന്തപുരം വിഭാഗമോ ഏതെങ്കിലും തരത്തിൽ സമൂഹത്തിൽ ഭിന്നിപ്പ് ഉണ്ടാക്കാനോ മതപരമായ വേർതിരിവ് ഉണ്ടാക്കാനോ ശ്രീ ശ്രീജിത്ത് പണിക്കർ, ഇതാണ് ഈ കാവ്യവൽക്കരണത്തിന് വഴിവെക്കുന്ന ഒന്നായി മാറുകയാണ്. അതാണ് വൈസ് ചാൻസലർമാർ ചെയ്തിരിക്കുന്ന അപരാധം എന്നാണ്. നോക്കൂ, ഒന്നാമത്തെ കാര്യം ശ്രീ ഷാക്കിർ മനസ്സിലാക്കേണ്ടത്, VC-മാർ ഔദ്യോഗികമായിട്ട് പങ്കെടുത്തിരിക്കുന്ന ഒരു ചടങ്ങല്ല ഇത്. അവരവരുടെ പേഴ്സണൽ കപ്പാസിറ്റിയിൽ അവർ പങ്കെടുത്തിരിക്കുന്നതാണ്. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു? ആ സമയത്തെല്ലാം തന്നെ അവർക്ക് നമ്മുടെ നാട്ടിലെ ഏതൊരു സ്വതന്ത്രനായ പൗരനും ഉള്ള വ്യക്തിയുടെ അവകാശങ്ങൾ, അതായത് ഇൻഡിവിജ്വൽ റൈറ്റ്സ് എന്തൊക്കെയാണോ, ഭരണഘടനാപരമായിട്ടുള്ള അദ്ദേഹത്തിന്റെ അവകാശങ്ങൾ എന്താണോ, അതെല്ലാം തന്നെ പൂർണ്ണമായും എക്സസൈസ് ചെയ്യുന്നതിന് എല്ലാവിധ റൈറ്റുമുള്ള ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടമുള്ള ചടങ്ങുകളിൽ അവർക്ക് പങ്കെടുക്കാം, അവർക്ക് താല്പര്യമുള്ള ആൾക്കാരെ കാണാം. അവർ നിരോധിക്കപ്പെട്ട സംഘടനകളുടെ നേതാക്കന്മാരെയോ അല്ലെങ്കിൽ ക്രിമിനലുകളായിട്ടുള്ള വ്യക്തികളെയോ ഒന്നും തന്നെ അവർ നേരിട്ട് കണ്ടിട്ടില്ല. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. നിയമപരമായിട്ട് തെറ്റൊന്നും അവർ ചെയ്തിട്ടില്ല എങ്കിൽ they were entitled to do what they did. അത്രയേ ഉള്ളൂ. അതായത് അവർക്ക് നിയമപ്രകാരം ഈ രാജ്യത്തുള്ള ഏതൊരു സ്വതന്ത്ര പൗരനും കഴിയുന്നത് പോലെ ഇത് ചെയ്യാൻ കഴിഞ്ഞു. ഇപ്പൊ നേരത്തെ ഇവിടെ പറഞ്ഞു, കഴിഞ്ഞ വർഷം ഇടത് സർക്കാർ ഭരിക്കുന്ന സമയത്ത് 4 VC-മാർ ഇതേപോലെ പങ്കെടുത്തു. 4 VC-മാർ മാത്രമല്ല, മുൻ VC-മാർ ഉൾപ്പെടെയുള്ള ആൾക്കാരും അതിൽ പങ്കെടുത്തിരുന്നു. അങ്ങനെ പങ്കെടുത്തിരുന്ന സമയത്ത് അവർക്കെതിരെ എന്ത് നടപടി എടുത്തുവെന്ന് ശ്രീ ഷാക്കിർ ആലോചിച്ച് നോക്കിയാൽ മതി. കാരണം അന്ന് RSSനെ ഇഷ്ടമല്ലാത്ത ഒരു സർക്കാരാണ് ഇവിടെ ഭരിച്ചത്. ഇപ്പോഴും RSSനെ ഇഷ്ടമല്ലാത്ത ഒരു സർക്കാരാണ് കേരളത്തിൽ ഭരിക്കുന്നത്. ആ സമയത്ത് കഴിഞ്ഞ തവണ 4-ഉം ഇത്തവണ 3-ഉം സെർവിംഗ് ആയിട്ടുള്ള VC-മാർ ഈ ചടങ്ങുകളിൽ പങ്കെടുത്തു. പക്ഷെ അവർക്കെതിരെ ഒരു നടപടി എടുത്തിട്ടില്ല. എന്ന് വെച്ചാൽ അവർ ചെയ്തിരിക്കുന്നതിൽ തെറ്റില്ല എന്നും അവർക്കെതിരെ നടപടി എടുക്കാനായിട്ടുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടും നിയമവും നമ്മുടെ നാട്ടിൽ ഇല്ല എന്നുള്ളതുമാണ് ഒന്നാമത്തെ കാര്യം. അത്ര പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോടാ. 2, ശ്രീ VD സതീശൻ ഇങ്ങനെ അഭിപ്രായം പറയുന്ന ആളായിരുന്നില്ല എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോ ഈ മുസ്ലിം ലീഗിന്റെ താല്പര്യങ്ങളോ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ താല്പര്യങ്ങളോ ഒക്കെ സംരക്ഷിക്കുന്നതിന്റെ പൊളിറ്റിക്കൽ എക്സിജൻസി ഉള്ളത് കൊണ്ട്, രാഷ്ട്രീയമായിട്ടുള്ള ഒരു സമ്മർദ്ദമുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇതൊക്കെ തന്നെ പറയുന്നത്. അത് ശരിയാ. ഇപ്പൊ അദ്ദേഹം ഇവിടെ പറഞ്ഞിരിക്കുന്ന ശ്രീ ഷാക്കിർ സംസാരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ അദ്ദേഹം അസത്യവും അവാസ്തവുമായിട്ടുള്ള 2 കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. ഒന്ന്, ഗാന്ധിയെ സൈഡ് ലൈൻ ചെയ്തിട്ട് മഹാത്മാഗാന്ധിയുടെ ഘാതകരെ ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള പാഠപുസ്തകങ്ങൾ ഉണ്ടായി എന്ന്. അങ്ങനെ ഇന്ത്യയിലെ ഒരു ദേശീയ പാഠ്യ പദ്ധതിയുടെ ഭാഗമായിട്ടും അങ്ങനത്തെ ഒരു കാര്യം ഇന്ത്യയിൽ എങ്ങും തന്നെ പഠിപ്പിക്കുന്നില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം.
ഇപ്പൊ എന്ത് നുണയും പറയുകയാണ്. 1940 മുതൽ ഗാന്ധി വധം, ഈ സ്വാതന്ത്ര്യ സമരം അതിന്റെ പീക്കിലിരുന്ന സമയം മുതൽ 30-ലധികം വർഷം, 3 പതിറ്റാണ്ടിലധികം RSSന്റെ സർസംഘചാലകായിരുന്ന ആളാണ് MS ഗോൾവൽക്കർ. ആ ഗോൾവൽക്കറിന്റെ 2006, 1906 ജനിച്ചത്. 2006 അദ്ദേഹത്തിന്റെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് പറവൂരിൽ നടന്ന RSS ഓർഗനൈസ് ചെയ്തിരിക്കുന്ന ചടങ്ങ് ഇപ്പോ കഴിഞ്ഞ തവണ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ശ്രീ പിണറായി വിജയൻ തന്നെ ആരോപിച്ചതുപോലെ അതിൽ ഗോൾവൽക്കറുടെ ചിത്രത്തിന് മുന്നിൽ ഭദ്രദീപം കൊളുത്തിയത് ഉദ്ഘാടനം ചെയ്തിരിക്കുന്ന ആളിന്റെ പേര് ശ്രീ VD സതീശൻ എന്നാണ്. അദ്ദേഹത്തിന് അത്തരം ചിന്തകൾ ഉണ്ടായിരുന്നില്ല. RSSനെ അംഗീകരിക്കുന്നതിനോ RSS പറയുന്ന പ്രത്യയശാസ്ത്രത്തിനെ എതിർത്തുകൊണ്ട് തന്നെ അവരുടെ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനോ ഒന്നും തന്നെ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ചടങ്ങിൽ പങ്കെടുക്കുന്ന ആൾക്കാരെല്ലാവരും തന്നെ ധാർമ്മികമായിട്ട് രാജിവെക്കുകയാണ്, ജനങ്ങളോട് മാപ്പ് പറയുകയാണ് ചെയ്യേണ്ടത് എങ്കിൽ VCമാരും ജനങ്ങളും തമ്മിൽ നേരിട്ട് ബന്ധമൊന്നുമില്ലല്ലോ. അവർ അക്കാഡമിക് ആയിട്ടുള്ള ഒരു പൊസിഷൻ അവരുടെ പ്രൊഫഷന്റെ ഭാഗമായിട്ട് ചെയ്യുന്നു. ജനങ്ങളോട് കമ്മിറ്റ്മെന്റ് ഉള്ളത് ആരാണ്? ശ്രീ VD സതീശനാണ്. VCമാരും അവരുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന്റെ പുറത്ത് അറിയപ്പെടുന്ന ആൾക്കാരല്ല. അങ്ങനെയെങ്കിൽ ആദ്യം രാജിവെക്കേണ്ടത് ആരാണ്? രാജിവെച്ച് മാതൃക കാണിക്കേണ്ടത് ആരാണ്? VD സതീശനല്ലേ? എന്റെ കർത്താവേ, എന്താ ഒരു ചെറിയ മിന്നലെ പോയി. ഇതേപോലെ തന്നെ പിന്നെ നമ്മുടെ സ്വാമി വിവേകാനന്ദനെ കുറിച്ച് ഒരു പുസ്തകം RSSന്റെ തന്നെ നേതാവായിരുന്ന ശ്രീ പരമേശ്വർജി അദ്ദേഹം അത് എഴുതുന്നു, അത് പ്രസിദ്ധീകരിക്കുന്നു. കേരളത്തിൽ പല ജില്ലകളിലും, ജില്ലാ അടിസ്ഥാനത്തിലും താലൂക്ക് അടിസ്ഥാനത്തിലും ഒക്കെ ആ പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം വെവ്വേറെ നടത്തുന്നുണ്ട്. അങ്ങനെ നടത്തുന്ന സമയത്ത് തൃശ്ശൂരിൽ വെച്ച് 2013 നടന്നിരുന്ന ചടങ്ങിൽ, ഈ പ്രകാശന ചടങ്ങിൽ അതിൽ പുസ്തകത്തിനെ പരിചയപ്പെടുത്തിയതിനു ശേഷം അതിനെ പ്രകാശനം ചെയ്യുന്ന ആ ചടങ്ങിൽ സംബന്ധിച്ച നേതാവിന്റെ പേരും അന്നത്തെ പറവൂർ MLA ആയിട്ടുള്ള ശ്രീ VD സതീശൻ എന്നാണ്. ഞാൻ പറഞ്ഞത്, അതായത് ഈ MS ഗോൾവൽക്കർ RSSന്റെ സർസംഘചാലകായിരുന്ന സമയത്താണ് ഗാന്ധി വധമെന്നും ഈ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം അതിന്റെ പീക്കിലേക്ക് എത്തിയതെന്നും അതിനുശേഷം ഉണ്ടായിരിക്കുന്ന വിവാദമെന്നും എല്ലാം അറിയാവുന്ന ആളാണ്. ഇപ്പൊ 2006 കഴിഞ്ഞ് 2013 കഴിയുമ്പോഴത്തേക്ക് RSSനെതിരെ അതർവൈസ് ഉന്നയിക്കുന്ന ആരോപണങ്ങളുള്ള ബാബറി മസ്ജിദ് വിഷയമാണെങ്കിലും ഗോത്ര വിഷയമാണെങ്കിലും എല്ലാം കഴിഞ്ഞല്ലോ. ഗുജറാത്ത് കലാപം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. അതെല്ലാം അറിഞ്ഞതിന് ശേഷം സംഘപരിവാറിന്റെ ഒരു വേദിയിലത്തേക്ക് ശ്രീ VD സതീശൻ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹമാണ് സാർ നമ്മുടെ മുഖ്യമന്ത്രി. അദ്ദേഹത്തിന് പിന്തുണ കൊടുത്തുകൊണ്ടാണ് ഇപ്പൊ ലീഗിന്റെ 5 മന്ത്രിമാരിരിക്കുന്നത്. അതിന്റെ സഖ്യകക്ഷിയാണ് ശ്രീ ഷാക്കറിന്റെ പാർട്ടി. അപ്പൊ ഇവിടെ VCമാർക്ക് ഈ രീതിയിലത്തേക്കുള്ള കമ്മിറ്റ്മെന്റ് പൊതുജനങ്ങളോട് വേണമെങ്കിൽ ശ്രീ VD സതീശൻ ആ കമ്മിറ്റ്മെന്റ് വേണ്ടേ? വേണ്ട സർ, വിവരമുള്ളവർ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് വിവരമില്ലാത്ത സാറൻ തന്നെ മറുപടി പറയാൻ പോകുന്നത്. നമ്മുടെ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ പ്രത്യേകിച്ചുകൊണ്ട് സംഘപരിവാറിന്റെ പ്രത്യേക താല്പര്യത്തോടു കൂടി ഇപ്പൊ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളൊക്കെ ഈ പറഞ്ഞ അക്കാഡമിക്കല സത്യസന്ധത പാലിച്ചുകൊണ്ടല്ല എന്നുള്ളത് നമുക്കറിയാം. അത് വലിയ സ്കൂൾ സമയമാറ്റം കൊണ്ടുവന്നപ്പോൾ അതിനെ ആദ്യം എതിർത്ത സംഘടനയുടെ വക്താവാണ് ഈ പറയുന്നത് കേട്ടോ. എന്ത് സ്കൂൾ സമയമാറ്റത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ മറന്നുപോയോ താങ്കൾ? അന്നുണ്ടായ വിവാദങ്ങൾ. അല്ല, സ്കൂൾ സമയമാറ്റം അതുവരെ ഉള്ളതിൽ നിന്ന് മാറ്റം വരികയല്ലേ? അത് അല്ല, പറയാൻ അവസരം താ. അല്ല, ഞാൻ പറഞ്ഞതാണ്, അത് മതനിരപേക്ഷം എന്ന് പറയുമ്പോൾ അത് എല്ലാ കാര്യത്തിലും വേണം എന്നുള്ളതാണ്. അതായത് നിങ്ങൾ പറയും ഇന്ന പരിപാടികളിലെ വൈസ് ചാൻസലർമാർ പങ്കെടുക്കാൻ പറ്റുകയുള്ളൂ, അക്കാദമിക് വിദഗ്ധർ ഇന്ന ആളുകൾ സംസാരിക്കുമ്പോഴേ അവിടെ പോയിരുന്നത് കേൾക്കാവൂ എന്ന്. ഇത് ഏത് ലോകത്താണ് നിങ്ങൾ ജീവിക്കുന്നത് ശ്രീ മുസ്തഫ മുണ്ടുപാറ? അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അല്പം മുമ്പ് ഇവിടെ ശ്രീ ഷാക്കർ പറഞ്ഞിരുന്ന 2 കാര്യങ്ങളുണ്ട്. അത് രണ്ടും നുണയാണ് എന്നുള്ളത് നമുക്ക് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ അറിയാവുന്ന കാര്യമാണ്. ഇതേപോലെയുള്ള കാര്യങ്ങളെ വെറുതെ വലിയ നുണകൾ ഇങ്ങനെ പ്രചണ്ഡമായിട്ട് അടിച്ചിറക്കുക എന്ന് പറയുന്നതല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്തം. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. കേട്ടില്ലേ നമ്മള് അക്കാദമിക് മൂല്യം ഇല്ലാത്ത പരിപാടികളിൽ പോകുന്നു. ഞാൻ പറഞ്ഞത് ഈ പോകുന്ന പരിപാടിക്ക് അക്കാദമിക് മൂല്യം ഉണ്ടോ ഇല്ലെന്ന് ആരാ തീരുമാനിക്കുന്നത്? സമസ്തയാണോ തീരുമാനിക്കുന്നത്? കോൺഗ്രസ് പാർട്ടിയാണോ തീരുമാനിക്കുന്നത്? ഇപ്പൊ ഒരു വൈസ് ചാൻസലറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഏത് പരിപാടിയിൽ പങ്കെടുക്കണം, ആരുടെ ഏത് പ്രഭാഷണം കേൾക്കണം എന്നുള്ളത് അദ്ദേഹമാണോ തീരുമാനിക്കേണ്ടത്, അതോ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരും സമസ്തയുമാണോ തീരുമാനിക്കേണ്ടത്? ഉന്നയിച്ച കാര്യമുണ്ടല്ലോ, 2006 പറവൂരിൽ VD സതീശൻ ഗോൾവൽക്കറുടെ ശതാബ്ദിയിൽ പങ്കെടുത്ത കാര്യം. അതിനെക്കുറിച്ച് ഇപ്പോൾ ഈ മാപ്പ് പറയണമെന്ന ആവശ്യം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായപ്പോൾ ഇത് റിവേഴ്സ് ചെയ്ത് വരുന്നുണ്ട് അന്നത്തെ കാര്യവും. അല്ല മഞ്ജുഷ, ഇതൊക്കെ ഒരുപാട് ചർച്ച ചെയ്തതാണ്. നിങ്ങൾ തന്നെ അദ്ദേഹം മറുപടി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം മറുപടി പറയേണ്ടത് അദ്ദേഹം തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വക്താവ്, ഒരു മിനിറ്റ്,
അല്ല ശ്രീജിത്ത് പണിക്കരെ, ഞാൻ വി ഡി സതീശന്റെ വക്താവ്, ഒരു മിനിറ്റ് പറയാം, ഞാൻ വി ഡി സതീശന്റെ വക്താവായി ഇവിടെ വന്നിരിക്കല്ല. അദ്ദേഹം തന്നെ കൃത്യമായത് വിശദീകരിച്ചിട്ടുണ്ട്. അല്ല, അങ്ങനെയല്ലല്ലോ ഷാക്കിർ, അത് കാണുന്നത്. ചെയ്ത് അങ്ങനെയല്ലല്ലോ അത്. നമ്മളെ പ്രതിരോധത്തിലാക്കാമെന്ന് നിങ്ങൾ കരുതുന്നില്ല. അത് നടക്കുന്ന കാര്യമില്ല. ഈ സർക്കാർ വി ഡി സതീശൻ സർക്കാർ പോളിസി നിങ്ങൾ കണ്ടോ? ആ സുഗതൻ എന്ന് പറയുന്ന, അല്ല പറയട്ടെ പ്ലീസ്, നിങ്ങളല്ല പറയട്ടെ സുഗതൻ എന്ന് പറയുന്ന ക്രിമിനലിനെ കാപ്പ കേസിലെ പ്രതിയെ അല്ല തൂക്കിയെടുത്തിട്ട്. ഞാൻ ചോദിച്ചത് നിങ്ങൾ പറഞ്ഞതും തമ്മിൽ യാതൊരു ബന്ധവുമില്ലല്ലോ. ഷാക്കിറിനോട് വളരെ ഡയറക്റ്റ് ആയിട്ട് ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യത്തിന് അദ്ദേഹം ഉരുണ്ട് കളിക്കുന്നത് ഇവിടെ ആൾക്കാർക്ക് എല്ലാവർക്കും കാണാം. ഷാക്കിറെ, എന്റെ ചോദ്യം വളരെ ഡയറക്റ്റ് ആണ്. നിങ്ങൾ ഈ പറയുന്ന എല്ലാ പാപഭാരങ്ങളും നിങ്ങൾ ആരോപിക്കുന്ന RSSന്റെ രണ്ടാമത്തെയും ഏറ്റവും ദീർഘകാലം അവരുടെ സർസംഘചാലകമായിരുന്ന MS ഗോൾവൾക്കർ, താങ്കൾ ഈ RSSന് മേൽ ആരോപിച്ചിരിക്കുന്ന ഗാന്ധിവധം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നടക്കുമ്പോൾ RSSന്റെ തലപ്പത്തുണ്ടായിരുന്ന MS ഗോൾവൾക്കറുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് 2006 പറവൂരിലുള്ള ഒരു സ്കൂളിൽ ശ്രീ VD സതീശൻ അദ്ദേഹത്തിന്റെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കൊളുത്തി. വിട്ടില്ലേ? ആരംഭിച്ചു. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? നമുക്ക് വേറെല്ലാം പറയാം. അപ്പോ അങ്ങനെയുള്ള VD സതീശനെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് താങ്കൾക്ക് മറുപടി ഇല്ല, ഉരുളുകയാണ്. താങ്കൾ വെളുപ്പിക്കാനായിട്ട് പെയിന്റ് എത്ര കൊണ്ടുവന്ന് അടിച്ചാലും താങ്കൾ പറയുന്നത് താങ്കൾ പ്രതിരോധത്തിലായി സമ്മതിച്ചില്ലേ? ആ മറുപടിയാണ് അല്ലല്ല, ഈ അവസരം കളഞ്ഞ സ്ഥിതിക്ക് ഷാക്കിറെ, അതിനുള്ള മറുപടി ഇപ്പോൾ പറയുകയാണെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. ഗോൾവൾക്കറുടെ കാര്യത്തിൽ ഇതുവരെ മറുപടി പറഞ്ഞില്ല. ഇപ്പോൾ മറുപടി ഓർത്തിട്ടുണ്ടെങ്കിൽ അത് പറയാം. അല്ല, മറുപടി ഓർത്തിട്ടുണ്ടെങ്കിൽ പറയാം. താങ്കൾക്ക് പറയാൻ പറ്റുമെങ്കിൽ പറയാം. ഇപ്പോൾ എന്താ ഉറക്കം വരുന്നു? അല്ല, അതിനുള്ള മറുപടിയാണ് അതിനുള്ള മറുപടി ശ്രീ VD സതീശൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ വളരെ തന്ത്രപരമായി എന്റെ സുഹൃത്ത് ശ്രീജിത്ത് പണിക്കർ ഉരുണ്ട് കളിക്കുകയാണ്. വാദങ്ങളിൽ നിന്നൊക്കെ പോയി ഇപ്പൊ പറവൂരിൽ VD സതീശൻ ഏതോ കാലത്ത് ഏതോ പരിപാടി പങ്കെടുത്തു എന്നാ പറയുന്നത്. അതാണ് VD സതീശൻ. മാത്രമല്ല TP സെൻകുമാർ, അല്ല പറയട്ടെ, TP സെൻകുമാറിനെ പോലെയുള്ള തെരഞ്ഞെടുപ്പിന് മുമ്പ് കൃത്യമായി പറഞ്ഞു BJPയും CPM ചേർന്ന് പരാജയപ്പെടുത്തേണ്ട ആദ്യത്തെ ആള് VD സതീശനാണ്. കളിച്ചത് മതിയായില്ലേ? പുതിയ അടവാണോ? അതായത് TP സെൻകുമാറിനെ പോലെയുള്ള സംഖ്യയായിട്ടുള്ള ആളുകൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞ ഓർമ്മയുണ്ടാകും. ഒന്നാമത്തെ ആളാണ് ശ്രീ VD സതീശൻ എന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞതാണ്. ആ ഓർമ്മയുണ്ടല്ലോ മഞ്ജുഷിന്, ഓർമ്മയില്ലേ മഞ്ജുഷ? അത് ഓർമ്മയില്ലേ? മഞ്ജുഷിന് അത് ഓർമ്മയില്ലേ? 2006 ഇൻസിഡന്റിനെ പറ്റി ചോദിക്കുന്ന സമയത്ത് 2013 പറ്റി പറയുന്നു. ഷാക്കിർ ഇപ്പോഴും ഉരുളുകയാണ്. അത് തന്നെയാണ് പ്രശ്നം. എന്റെ ചോദ്യം ലളിതം. 2006 ഗോൾവൾക്കറുടെ ജന്മശതാബ്ദിയിൽ VD സതീശൻ പോയിട്ടുണ്ടോ? അതിന്റെ ചിത്രം നമ്മുടെ മുന്നിലുണ്ട്. ആ ചിത്രം AI ജനറേറ്റഡ് ആണോ? അത് ഫേക്ക് ആണോ? ആണെങ്കിൽ അത് നിർമ്മിച്ചിരിക്കുന്ന ആൾക്കാർക്കെതിരെ കേസ് എടുക്കുമോ? ഇതാണ് ചോദ്യം. അതല്ലെങ്കിൽ ശ്രീ VD സതീശൻ ഗോൾവൾക്കറുടെ അന്നത്തെ ആ ചടങ്ങിൽ എന്തിനു പോയി എന്നതിനെ കുറിച്ച് ഷാക്കിർക്ക് പറഞ്ഞാൽ മതിയെന്നേ. അത് ഉത്തരം പറ. അത് പറങ്ങട്. നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. ഷാക്കിർ അതിന് മറുപടി പറയാതെ ഷാക്കിർ ഉടനെ എന്തുകൊണ്ട് വരും? സുഗതനിലേക്ക് ഓടും. ഷാക്കിർ അതിന് കഴിഞ്ഞ് തിരിഞ്ഞു വന്നിട്ട് സെൻകുമാറിലേക്ക് പോകും. ഞാൻ പറഞ്ഞു, ഷാക്കിർ അവിടെ നിൽക്ക്, നമുക്ക് ഈ ഒരു വിഷയം തീർത്തിട്ട് പോകാം. നമ്മുടെ വിഷയം ഇവിടെ RSS ആണല്ലോ. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. RSSന്റെ 32 വർഷത്തെ സർസംഘചാലകിന്റെ പരിപാടിയിൽ VD സതീശൻ പോയെന്ന പിണറായി വിജയന്റെ ആരോപണത്തിന് മറുപടി ഉണ്ട്. നിങ്ങൾ RSSനെ വെള്ളം പൂശാൻ ശ്രമിക്കല്ലേ? നിങ്ങളല്ലേ സതീശനെ ഞാൻ ഇന്നേ വരെ RSSന്റെ പരിപാടി പോയിട്ടില്ലെന്നേ. മാറില്ല. ഞാൻ RSS സതീശൻ എന്തിനാ RSSന്റെ പരിപാടിയിൽ പോയി എന്നുള്ളൊരു മറുപടി ഉണ്ടോ സാറേ? എന്റെയും ശ്രീ ഗോപകുമാറിന്റെയും ഒക്കെ താല്പര്യത്തെ പ്രതിനിധീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലീഗ് പ്രവർത്തിക്കുന്നത് എന്നറിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും എന്തായാലും ഇങ്ങനെ സൗത്തിലായതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി അടുത്ത തവണ കുറച്ചുകൂടി സീറ്റ് ചോദിച്ചത് ശേഷം ഇവിടെ വന്നിട്ട് മത്സരിക്കണം എന്ന് എനിക്ക് അങ്ങയോടൊരു അപേക്ഷ മുന്നിൽ വെക്കാനായിട്ടുണ്ട്. അതുമായിട്ട് എനിക്ക് കിട്ടുന്നു വെച്ചതാണല്ലോ. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, നിങ്ങൾ കുറെ കാര്യങ്ങളൊക്കെ അങ്ങ് അടിച്ചുപോയി. ഇനി ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് പൈസ വേണമെങ്കിലും ഇവിടുത്തെ കാര്യങ്ങൾ ഇൻഫ്ര നന്നായിട്ട് പോകണമെങ്കിലും ഇത് കിട്ടിയേ പറ്റൂ. അപ്പൊ നിങ്ങൾ ഈ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്ന ഉണ്ട വിഴുങ്ങി ചാവണോ അതോ ഇവിടെയുള്ള പിള്ളേർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ കൊടുക്കണോ എന്നുള്ള ഒരു കാര്യത്തിലേക്ക് വരിക. തങ്കക്കുറവേ, നമ്മൾ ഈ നാണം കെടുത്തല്ലോ. തനക്ക് നാണം ഉണ്ടായിട്ട് വേണ്ടടോ നാണം കെടാൻ. നാണം കെട്ടവനെ
അപ്പൊ അന്നേരം നിങ്ങൾ ഈ പറയുന്ന പോലെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഞങ്ങളുടെ എല്ലാവരുടെയും താല്പര്യത്തിനെ സംരക്ഷിക്കാനാണ് നിൽക്കുന്നെങ്കിൽ ഞങ്ങൾ കുഞ്ഞാലിക്കുട്ടി സാറിനോട് പറയുന്നു, ഇവിടെ PM ശ്രീ നടപ്പാക്കൂ, അതിന് പ്രശ്നമൊന്നുമില്ല. കോൺഗ്രസിന്റെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ കാവ്യവൽക്കരണം വന്നതിന് ശേഷം എന്തെങ്കിലും ഒന്ന് പ്രശ്നം ഉണ്ടായിപ്പോയോ? 1. 2, ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, താങ്കൾ ഇപ്പോഴും സതീശൻ ഗോൾവൽക്കറുടെ പരിപാടിയിൽ പോയതിനെ പറ്റി പറഞ്ഞിട്ടില്ല. എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ചമ്മിട്ടില്ല. എന്തോ അല്ല, എന്റെ അമ്മായി നമ്മുടെ മുമ്പിൽ ഒഴിച്ചു എന്നെ തൊഴിൽ പോയില്ലേ ചേട്ടാ. അപമാനിച്ചു കഴിഞ്ഞെങ്കി ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.